ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായി നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ചില ദിവസങ്ങളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന സബ്ജക്റ്റ്. അതിനകത്ത് ആ സബ്ജക്റ്റിൽ ഇത് 20ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ദൈവമക്കളാവുന്ന നിങ്ങൾക്കേവർക്കും ഒട്ടുമിക്കവാറും പേർക്കും ഈ ഒരു റിലേഷനിൽ കൂടെ കടന്നുപോയ പരിചയമുണ്ടായിരിക്കും. എന്നാൽ വളരെയധികം ദൈവമക്കൾക്ക് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തു എനിക്ക് പരിചയമാകുന്നത്, ഈ ഒരു വിഷയത്തിൽ അനുഭവജ്ഞാനമില്ലാത്തത് കൊണ്ട് ശത്രുവിൻ്റെ തീയമ്പുകൾ വരുന്ന സമയത്ത് പലപ്പോഴും പതറിപ്പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ജയിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ചെറിയ മുറിവുകൾ സംഭവിച്ചു പോകുന്നു. ഇതിനൊക്കെയും കാരണം എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് പരിചയമായിരിക്കുന്നെന്നുള്ള ആ വിഷയത്തിന് പരിജ്ഞാനക്കുറവാണ്, പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ കുറവാണ്. ദൈവം അബ്രാഹാമിന് വെളിപ്പെടുന്ന സമയത്ത് 15-ാം അധ്യായം ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്ന ഞാൻ നിൻ്റെ പരിചയം, ഞാൻ മറ്റൊരു വിധത്തിലൊരു പരിചയം നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്. ഐ എം മൈസെൽഫ്, ഐ ആം ദ ഷീൽഡ്. യഹോവയായ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ നിൻ്റെ ഷീൽഡായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഷീൽഡ് എന്ന് ഒന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ സങ്കീർത്തനം 33-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. യഹോവ തന്നെ പരിചയമാകുന്നു. സദൃശവാക്യം നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ 30-ന്റെ 5-ാം വാക്യമാണെന്ന് തോന്നുന്നു. സദൃശവാക്യം 30-ന്റെ 5-ാം വാക്യം, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയം തന്നെ. അപ്പോൾ അബ്രാഹാമിന് വെളിപ്പെടുമ്പോൾ ഒരു കണ്ടീഷണലായിട്ടല്ല പറയുന്നത്, എന്നാൽ അനുഭവജ്ഞാനത്തിൽ കൂടെ ദാവീദിന് ധൈര്യമായിട്ട് പറയാൻ പറ്റി, യഹോവ നമ്മുടെ പരിചയമാകുന്നു. ഇവിടെ പറയുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയം തന്നെ. അപ്പോൾ അതിലേക്ക് വിഷയത്തിലേക്ക് കടക്കും മുമ്പ് എന്താണ് ഈ പരിചയം, എങ്ങനെയാണ് ഈ പരിചയം ഉപയോഗിക്കുന്നത്, പരിചയയുടെ ആവശ്യകത എന്താണെന്നൊക്കെയും ചില വിഷയങ്ങളും ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ്. ഹല്ലേലൂയ. പരിചയം അല്ലെങ്കിൽ ഷീൽഡ് എന്ന് പറഞ്ഞാൽ, ഈ ഷീൽഡിനെ കുറിച്ചോ അല്ലെങ്കിൽ പരിചയത്തെക്കുറിച്ചോ കൊണ്ട് എഴുതുന്ന കാലഘട്ടത്തിൽ ഇന്ന് നാം കാണുന്ന പോലെയുള്ള സൂപ്പർസോണിക് മിസൈലുകളോ അല്ലെങ്കിൽ ഗൈഡഡ് മിസൈലുകളുള്ള കാലഘട്ടമല്ല. ഏറി വന്നാൽ തീ അമ്പുകൾ, അതായത് അമ്പിൻ്റെ മുന്നിൽ തീയോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ ചേർത്തുകൊണ്ട് അമ്പ് ചെയ്യുക, അതായിരുന്നു അന്നത്തെ കൂടുതൽ. അല്ലെങ്കിൽ ശൂലം ഒക്കെ ചെയ്യുക, അതൊക്കെ അന്ന് യുദ്ധകാലത്തിലെ ആയുധങ്ങൾ അന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ശത്രു ശൂലം ഉപയോഗിച്ചുകൊണ്ടോ അമ്പിൽ വിഷം പുരട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ തീനാളം കുരുത്തിക്കൊണ്ടോ ശത്രു, ഞാൻ മാനുഷ്യമായ ഒരു യുദ്ധമാണ് പറയുന്നത്, മനുഷ്യൻ്റെ മേളിൽ അവൻ എയിം ചെയ്യുന്നത് അവൻ്റെ ചെസ്റ്റിലേക്കായിരിക്കും. കാരണം മറ്റേതെങ്കിലും ഓർഗനിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവന് ഉടനെ വീഴാൻ സാധിക്കില്ല. പക്ഷെ അവൻ്റെ ചെസ്റ്റിലാണ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഓർഗൻസ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവൻ്റെ നെഞ്ചിലേക്കായിരിക്കും തീ അമ്പാകട്ടെ, വിഷം പുരട്ടി അമ്പാകട്ടെ, അല്ലെങ്കിൽ ശൂലമാകട്ടെ, സ്പിയേഴ്സ് ആകട്ടെ, ഇതെല്ലാം തറയ്ക്കുന്നു. അപ്പോൾ ഇത് വന്ന് കൊള്ളാതിരിക്കത്തക്കവണ്ണം മരപ്പലകയും കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഒരു ഷീൽഡ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കൈത്തണ്ടയിൽ കെട്ടിയും അതേപോലെ തന്നെ ബ്രസ്റ്റിലും അത് കെട്ടിവെക്കും. അപ്പോൾ ബ്രസ്റ്റിൽ മാത്രം കെട്ടിവെച്ചതുകൊണ്ടാവുന്നില്ല, ഓരോ ആംഗിളിൽ വരുന്ന സമയത്ത് ഇത് വരുന്നത് മനസ്സിലാക്കിയിട്ട് കയ്യിന്മേ കെട്ടിയിരിക്കുന്ന പരിചയം കൊണ്ട് അതിനെ തടയണം. അപ്പോൾ തീയമ്പാണെങ്കിൽ ഇത് തീ കെടുത്തേണ്ടി വരും. അതിനെന്ത് ചെയ്യുന്നത്, ഈ പരിചയ ഷീൽഡിനകത്ത് തുകൽ കൊണ്ട് ഒരു കവറിങ് ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നനയ്ക്കും. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ഭാരമേറിയൊരു വിഷയമാണ്. ദിവസങ്ങളിൽ നിങ്ങൾ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങൾ കാണുന്നുണ്ടല്ലോ. അവിടെ ഇസ്രായേലിൻ്റെ സോൾജേഴ്സൊക്കെ പോകുമ്പോൾ അവരുടെ ബാഗിനകത്തും അതും ഇതൊക്കെ ആയിട്ട് വലിയൊരു ഭാരം വഹിച്ചുകൊണ്ടാണ് ഈ സോൾജേഴ്സ് യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാൻ ഇവരെ ട്രെയിൻ ചെയ്യും. ഞാൻ കുറച്ച് ആർമി ട്രെയിനിങ്ങിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, വളരെ കഷ്ടത നിറഞ്ഞൊരു ട്രെയിനിങ്ങാണ്.
രാവിലെ ഒരു 2 പൂരിയും നല്ല ടെമ്പിളർ അവിടുത്തെ വെക്കുന്ന ഈ പഞ്ചാബികൾ ഉപയോഗിക്കുന്ന പോലത്തെ ടെമ്പിളിനകത്ത് വെളുപ്പം കാലത്ത് 4 മണിക്കൊക്കെ ഒരു ചായയും കൂടെ തന്നിട്ടാണ് 12 മണി വരേക്കും ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യുന്നത്. ആ പൂരിക്കെന്ന് പറഞ്ഞാൽ ഈ എള്ള് വിതറിയ പോലിരിക്കുന്ന പുഴു ഉണ്ടായിരിക്കും. അതൊന്നും കാണാനുമുള്ള ലൈറ്റ് പോലും ഉണ്ടായിരിക്കുകയില്ല. അതൊക്കെ കണ്ടാൽ തന്നെ പറയാനും പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു ദിവസം കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. പക്ഷെ അത് 2 തിന്നു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഉച്ച വരെയുമുള്ള 1 മണി വരേക്കുമുള്ള എക്സസൈസ് ഓപ്പൺ ഗ്രൗണ്ടിൽ ചെയ്യണം. അതിനകത്ത് ഇതുപോലെ ഇന്നിപ്പോൾ നമ്മൾ ഒറിജിനൽ ഫീൽഡിൽ വാർ കാണുന്നുണ്ടല്ലോ, ഈ ബാഗിനകത്ത് അവർക്കുള്ള ഫുഡ് ഉണ്ടായിരിക്കും, വെള്ളമുണ്ടായിരിക്കും, രക്ഷപ്രാപിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, അമ്യൂണിഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ഗണ്ണുകൾ ഉണ്ടാക്കിയിരിക്കും, വാക്കി ടോക്കി ഉണ്ടായിരിക്കും, പല പല ഉപകരണങ്ങൾ. ഇതെല്ലാം അതാത് സമയത്ത് ക്വിക്കായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ട്രെയിനിങ് ആണ് അവരെ ആക്ച്വൽ ടൈമിൽ എടുത്തുപയോഗിച്ച് അവർക്ക് തന്നെ പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക വേണം. കാരണം എനിമിക്ക് നിങ്ങൾ കാണുന്നല്ലോ, എനിമിക്ക് അങ്ങനെയൊന്നുമില്ല, ഒളിച്ചും പാത്ത് എങ്ങനെ വേണമെങ്കിലും ആയുധം അയക്കാം. പക്ഷേ സോൾജേഴ്സിനാകുമ്പോൾ ഇൻ്റർനാഷണൽ ലോ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലോ ഉണ്ട് ദൈവമക്കൾക്ക്. അപ്പോൾ ഞാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞ് നിങ്ങളെ ആങ്ഷ്യസ് ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഇത് കുറച്ച് എക്സ്പീരിയൻസ്, സ്പിരിച്വൽ വാർഫെയറിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഏവരും തന്നെ വിശ്വാസഗോളത്തിലാണെങ്കിൽ യുദ്ധം അനുഭവിക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ അനേകർ ഈ യുദ്ധത്തിൽ മുറിവേറ്റ്, പല പ്രാവശ്യം മുറിവേറ്റ് ഇരുന്നു പോയിരിക്കുന്നവരെ എനിക്കറിയാം. കാരണം എന്താണെന്നാൽ ശത്രു അയക്കുന്ന ആയുധം എന്താണ്? തീയമ്പാണോ? സാധാരണ ഒരു ആരോ ആണ് അയക്കുന്നത്, അല്ലെങ്കിൽ സ്പിയറോ ആണോ അയക്കുന്നത്? അതിന് വിഷമുണ്ടോ, അല്ലെങ്കിൽ അതിന് തീയാണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയക്കും. ഞാൻ വളരെ ലളിതമായ ലാംഗ്വേജിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങൾ ഭാര്യയും ഭർത്തവുമായിട്ട് കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വീട്, പെട്ടെന്നായിരിക്കും ഭാര്യ ഇത്തിരി കോപത്തോടു കൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ നല്ല ക്ഷീണിച്ച് നല്ല ചൂടുകാലത്ത് വെളിയിൽ നിന്നൊക്കെ വളരെ അധ്വാനിച്ച് കയറി വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ അകത്തിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഹ്യൂമൻ നേച്ചറിനെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പ്രിയ സഹോദരി എന്നെടുത്ത് ഉപയോഗിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ആയിരിക്കും എടുത്തുനിന്ന് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ശത്രുവിനെ കർത്താവ് അനുവദിക്കാതെ ഒന്നും നടക്കില്ല, ശത്രു തന്നെയായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു രോഗം കൊണ്ടുപോയി ഇടുന്നത്. ഇവിടെ നിങ്ങൾ എങ്ങനെ പ്ലേറ്റ് എടുക്കും, ഷീൽഡ് എടുക്കും, എങ്ങനെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ ഷീൽഡായിട്ട് പ്രവർത്തിക്കും. മിക്കവാറും വിശ്വാസികളുടെ ആഗ്രഹം ശത്രു ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഇത് വിശ്വാസത്തിന് ശരിയായ പാതയല്ല. ഘോര ശത്രുവിൻ്റെ നടുവിൽ നിങ്ങളെ നിർത്തി, അതായത് അനാക്യമല്ലന്മാരുടെ മുമ്പിൽ കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോയതിൽ യോശുവയും കാലേബും വഴിയെ ബാക്കി 10 ഗോത്രങ്ങളിൽ നിന്നുള്ളവരും വന്ന് പറഞ്ഞു, അവിടെ അനാക്യമല്ലന്മാരുണ്ട്, നമുക്ക് ദേശം പിടിച്ചടക്കാൻ സാധിക്കില്ല. ചുമലിൽ നല്ല വലിയ വലിയ മുന്തിരിക്കോല 2 പേരും കൂടെ ചുമന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഫലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ പോയി കീഴടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയത്തെ ഉരുക്കി കളഞ്ഞു. എന്നാൽ യോശുവയും കാലേബും നമ്മെ മിസ്രൈം ദേശത്ത് നിന്ന് പിടിപ്പിച്ചു കൊണ്ടുവന്ന യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ദേശം ചെന്ന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഈ 10 ഗോത്രങ്ങളെ ദൈവം മരുഭൂമിയിലിട്ട് കറക്കി അവിടെ അവർ പറഞ്ഞതായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഈ അനാക്യമല്ലന്മാരുടെ മുമ്പിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഈ പറഞ്ഞ വ്യക്തികളൊക്കെ മരുഭൂമിയിട്ട് കൊന്നുകളയുകയും അവർ പറഞ്ഞതായിരിക്കുന്ന അവിടെ കുഞ്ഞുങ്ങളെ യോശുവയിൽ കൂടെ അക്കരെ കടത്തി, ജോർദാൻ കടത്തി കാനാൻ ദേശം അവകാശമാക്കി കൊടുത്തു. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 2024 ഏപ്രിൽ മാസം 21 തീയതി ഏകദേശം രാത്രി 9:30 മണിക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ പോലും ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ്റെ ചുറ്റുപാട് നിന്ന് അനേക തീയമ്പൾ 33 പ്രാവശ്യം എന്നെ കൊന്നുകളയത്തക്കവണ്ണം ശുദ്രകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ആഭിചാര പ്രവർത്തികൾ ചെയ്തുകൊണ്ട് കൊന്നുകളയത്തക്കവണ്ണം അനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങളിന്മേൽ രോഗങ്ങൾ, വൈഫിന്മേൽ രോഗങ്ങൾ, ആക്രമണങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ട് എക്സ്പീരിയൻസോട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഒരു മിഥ്യ
ധാരണയല്ല പറയുന്നത്, അല്ലെങ്കിൽ തിയോളജി പഠിച്ച ഒരു നോളജ് അല്ല പറയുന്നത്, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ശത്രുവിൻ്റെ ആക്രമണത്തിൽ ക്രിസ്തു പരിചയമായിട്ട് ജയം പ്രാപിക്കാൻ സാധിക്കും? ആദ്യമൊക്കെയും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഇപ്പോൾ മരണം വന്നാൽ, ശത്രു മരണമായിട്ട് ആക്രമിച്ചു വന്നാൽ ഞാൻ ചിരിച്ചുകൊണ്ടേ അതിനെ അഭിമുഖീകരിക്കുന്നത്. കാരണം എന്താ? ക്രിസ്തു പരിചയമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാം, ക്രിസ്തുവിനെ എങ്ങനെ നമ്മുടെ പരിചയമായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഫ്രീ മോറൽ ഏജൻ്റ് ആയിരിക്കുന്ന നമുക്ക് ക്രിസ്തു പരിചയമായിരിക്കുന്നത് എന്ന എക്സ്പീരിയൻസ് കൂടെ മനസ്സിലായി. വിശ്വാസകോളത്തിൽ ഒത്തിരി കൂട്ടർക്ക് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, അങ്ങനെയൊക്കെ ഇതൊക്കെ നിങ്ങളുടെ തോന്നല, ഇതിനൊന്നും ആവശ്യമില്ല, നമ്മൾ കർത്താവിൻ്റെ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ടതാ, ദൈവം ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ഒരു നായ വന്നാൽ നിങ്ങൾ നായയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ തോളിലെടുക്കുകയില്ലോ രക്ഷിക്കുകയില്ലോ എന്നൊക്കെ പറഞ്ഞ് അനേക തത്വജ്ഞാനങ്ങൾ പറയും. നോ, ശത്രുവിൻ്റെ കോട്ടയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത് തന്നെ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എങ്ങളുടെ വിശ്വാസം ആശ്രയം ത്യജിക്കാതിരിക്കുന്നവനാണോ ഇല്ലയോ എന്ന് ദൈവം പരിശോധിച്ച് നോക്കും. 1-ാം നൂറ്റാണ്ടിലെ ശൈശവ അവസ്ഥയിലായിരുന്ന സഭയുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഇന്നും മച്ചുവേർഡായിരിക്കുന്ന ചർച്ചാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ പെന്തിക്കോസ്ത് കോളത്തിൽ എല്ലാവരും കൂടെ അല്ല പറയുന്നത്, ചർച്ച് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ക്രിസ്തു നമുക്ക് പരിചയമായി തീരണമെങ്കിൽ, പരിചയം എന്താണെന്ന് മനസ്സിലായി വേണമെങ്കിൽ പരിചയക്കുറിച്ച് പുസ്തകങ്ങളെല്ലാം വീരപ്രസംഗങ്ങളെല്ലാം ഞാനും കേട്ടിട്ടുണ്ട്, പല പ്രസംഗങ്ങളൊക്കെയും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതി മനസ്സിലായില്ലെങ്കിൽ, പലരുടെയും വേറൊരു കൂട്ടുജനത്തിൻ്റെ ആഗ്രഹം ക്രിസ്തു എൻ്റെ പരിചയമായിരിക്കണം, പക്ഷേ എനിക്കിതിനകത്തൊരു പാർട്ടുമില്ലെന്നാണ്. നോ, ആസ് ലോങ് ആസ് യു ആർ എ ഫ്രീ മോറൽ ഏജൻറ്റ്, നിങ്ങളൊരു സ്വതന്ത്ര മനസ്സിൻ്റെ ഉടമയായിരിക്കുന്നിടത്തോളം നിങ്ങളെ കൂടാതെ ക്രിസ്തുവിന് നിങ്ങളുടെ പരിചയമാകുവാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അനേക വിശ്വാസികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ വിചാരം നമുക്ക് ഫലിക്കുകയില്ല, ലക്ഷണവിധി യാക്കോബിനെ ഏൽക്കുകയില്ല എന്നൊക്കെ. ശരി തന്നെയാണ്. നീ ക്രിസ്തുവിനെ പരിചയമായി സ്വീകരിച്ചത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ്, നിനക്ക് ഫലിക്കുകയില്ല. അപ്പോൾ ശത്രു വരുമ്പോൾ നിങ്ങളുടെ സോൾ അതിനെ മനസ്സിലാക്കണം, ശത്രുവാണോ ഇതല്ലയോ എന്നുള്ളത്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശത്രു ഉപയോഗിക്കുന്ന ആയുധം എന്താണ്. ആ ആയുധത്തിനനുസരിച്ച് വേണം നിങ്ങൾ മറു ആയുധം അല്ലെങ്കിൽ ഷീൽഡിൽ ഉപയോഗിക്കാൻ. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഹമാസ് ഇസ്രായേലിൻ്റെ വാറിനെ കുറിച്ച് എടുക്കുന്നത്. ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഉള്ള റെക്കോർഡ് വരേക്ക് നോക്കുകയാണെങ്കിൽ 13,000 മിസൈലുകളാണ് ഗാസയുടെ സൈഡിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹമാസ് അയച്ചത്. അതിനകത്തുനിന്നും ഏകദേശം 2000-ഓളം മിസൈലുകൾ തിരിച്ച് ഗാസയിൽ തന്നെ വീഴുവാൻ കാരണമായി തീർന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവരുണ്ടാക്കിയതായിട്ടുള്ള മിസൈലുകൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. ഇനി അതിന് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന വ്യക്തികളുടെ എക്സ്പീരിയൻസ്, ഇതിനകത്തുള്ള ക്വാളിറ്റി കുറവുകളൊക്കെ വന്നപ്പോൾ എന്തായി, അവരുടെ ദേശത്ത് തന്നെ വീണ് അവർക്ക് തന്നെ ഹാനി സംഭവിക്കാൻ കാരണമായി തീർന്നു. എന്നാൽ ഇസ്രായേൽ അയക്കുന്ന മിസൈലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സാക്ട്ലി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് സ്പോട്ട് ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചെന്നറിയാമോ? ഫിസിക്സിൽ മാത്രം ഏകദേശം 53 നോബൽ പ്രൈസുകളാണ് ഇസ്രായേലുകൾ വാങ്ങിയിട്ടുള്ളത്. ഫിസിക്സിൻ്റെ ചാതുര്യമാണ് അതെല്ലാം കാണിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ശത്രു ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് കണ്ട്, ശത്രുവിൻ്റെ ഉറവിടം എന്താണെന്ന് കണ്ട്, ആ ഉറവിടത്തിന്മേൽ വേണം എക്സാക്റ്റായിട്ട് ബോംബ് അയക്കാനായിട്ട്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ 33 പ്രാവശ്യം മരണത്തെ ജയിച്ചു എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശത്രു കൊണ്ടുവരുന്ന മരണം തന്നെയാണോ, ഇതെൻ്റെ തോന്നലാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയാൽ മരണം വന്ന് അനുഭവിക്കുക തന്നെ ചെയ്യും. അതൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ, എനിക്കല്ല, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് സംഭവിച്ചു. എന്നാൽ കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് എൻ്റെ സോളിലേക്ക് ശക്തി വരുന്ന അനുഭവിച്ചു. പക്ഷേ ഞാൻ കുറച്ചധികം ക്ഷീണിതനായിട്ട് അന്ന് കിടന്നുറങ്ങിയത് കൊണ്ട് ഏകദേശം രാത്രി 1 മണിക്ക് 1:20 എഴുന്നേറ്റിരുന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു പ്രേരണ ലഭിച്ചു. പക്ഷേ വളരെ ക്ഷീണിതനായിരുന്നു കൊണ്ട്, ക്ഷീണം എന്താ, ഈ ശത്രുവിൻ്റെ
തീയമ്പിൻ്റെ പ്രതാപമായിരുന്നു. ഇൻഫാക്റ്റ് ഞാൻ ക്ഷീണിതനായിരുന്നു. എന്നിരിക്കലും കർത്താവ് ഉണർത്തി കഴിഞ്ഞാൽ ക്ഷീണം നമുക്ക് മാറിപ്പോയി കിട്ടും. നമ്മൾ ഉറവോടുകൂടെ എഴുന്നേറ്റിരുന്ന് അതിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കും. പലരും പറയും നിങ്ങൾക്കൊക്കെ തോന്നലാണിത് യുദ്ധം എന്നൊക്കെ. പക്ഷേ അന്ന് ഞാൻ അല്പമായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എൻ്റെ മദറിൻ്റെ വൈഫ് ഏകദേശം 85 വർഷം പ്രായമുള്ളത് ഏകദേശം 9 മണിയാകുന്ന സമയത്ത് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീണു. ഉടനെ എനിക്ക് ആ കാര്യം ഓർമ്മ. ഞാൻ കർത്താവ് നെടുമ്പാട് വീണ്, കർത്താവ് ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഉണർന്നിരുന്ന് അതിനോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ മരണത്തിൽ എവിടെ എങ്കിലും കർത്താവ് നീ കൃപ കാണിക്കണമെന്ന് പറഞ്ഞു. ഉടനെ എഴുന്നേറ്റു, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് 72 hours അവിടെ അഡ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഒന്നിൻ്റെ ആവശ്യമില്ല, മരുന്നിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ 2 പേപ്പറുകൾ ഞാൻ വ്യക്തിപരം എൻ്റെ പേഴ്സണൽ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. എൻ്റെ സ്വന്തം റിസ്കിലാണ് ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ തലകൈ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അല്പമായിട്ടൊരു ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഏകദേശം നടന്നിട്ട് 6 മാസത്തോളമായി. 3ാമത്തെ 4ാമത്തെ ദിവസം വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കാൻ തുടങ്ങി. ഒരു സൈഡ് മുഴുവൻ 84-85 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയ ഒരു സ്ത്രീ 3rd ഡേയിൽ എഴുന്നേറ്റ്. എൻ്റെ ഫിസിയോതെറാപ്പിയുടെ കഴിവല്ല, നമ്മുടെ കർത്താവിൻ്റെ കൃപ ഞാൻ പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ നേരത്തെ ഞാനൊരു ഫെയിലിയർ പറഞ്ഞിട്ട് ജയത്തിൻ്റെ കാര്യം, എപ്പോഴും ജയത്തിൻ്റെ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ തീരെ കഴിവില്ലാത്തവനാണ്, ഞാൻ എപ്പോഴും തോൽക്കുന്നതാണ്. തോൽവിയിൽ കൂടെ തന്നെ നമ്മൾ കർത്താവ് പഠിപ്പിക്കുന്നത്. നാം അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ ഫീലിംഗ് കർത്താവ് തന്നിട്ട് ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ആ ശക്തി എന്താണ്, അതിൻ്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് യുദ്ധം ചെയ്ത് അതിനെ ജയിക്കാമെന്ന്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവന്, പാതാളത്തെ ജയിച്ചവന്, മരണദൂതനെ ജയിച്ചവന്, സൈത്താനെ ജയിച്ചവന്. അപ്പോൾ ക്രിസ്തു നമ്മൾ പേഴ്സണലായിട്ട് വന്ന് നാം ഒരു മോറൽ ഏജൻ്റ് ആയിരിക്കുന്നിടത്തോളം നമ്മുടെ ഉള്ളിലൊരു പ്രേരണ തന്ന്, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക തന്നു, നമുക്ക് തിരുവുള്ളമുണ്ടായിട്ടൊരു പ്രേരണ തന്ന് അതിനെ നാം അനുസരണമായിട്ട് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യാൻ പറയുന്നോ അത് ചെയ്താൽ ജയം നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, യോശുവയുടെ അടുത്ത് യെരികോ മതിൽ വലിയൊരു മതിലായിരുന്നു. സാധാരണ രീതിയിൽ അതിന് ജയിക്കാൻ സാധ്യമല്ല. യോശുവ പ്രാർത്ഥിച്ചിട്ടല്ല, കർത്താവ് തന്നെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തോന്നുന്ന ക്രിസ്തു തന്നെ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് അവൻ്റെ അടുത്ത് വന്നത്. നീ ശത്രുപക്ഷക്കാരനും ഞങ്ങളുടെ പക്ഷക്കാരനെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നത് ഞാൻ സൈന്യങ്ങളുടെ അധിപതിയായിട്ട് വന്നിരിക്കുന്നത്. ചോദിച്ചെന്നല്ല മറുപടി പറഞ്ഞത്, ഞാൻ വന്ന ഫംഗ്ഷൻ എനിക്കെന്താണെന്നറിയാം. ഉടനെ യോശുവ സാഷ്ടാംഗം വീണ് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ കമിഴ്ന്നടിച്ച് വീണ്, കർത്താവെ അടിയനോട് കൽപ്പന എന്ന് പറഞ്ഞ് നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനത്തെ ബാറ്റിൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഷീൽഡ് എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കർത്താവെ നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോഴാണ് പറയുന്നത് പെട്ടകമെടുത്ത് യെരികോ മതിലിന് ചുറ്റും ആദ്യം ഒരു പ്രാവശ്യം നടക്കുക, 7 ദിവസം നടക്കണം. 7ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റി കാഹളം ഊതണം. യെരികോ മതിൽ താഴെ വീഴും. ഇത് കൂടെയുള്ളവരോട് പറഞ്ഞെന്താ പറയും, നിനക്ക് ഭ്രാന്ത, നിനക്ക് തോന്നിയതാ, നിനക്ക് വട്ട, നീ എൻ്റെ കാഹളം കേടുക്കുമ്പോൾ ഈ പെട്ടകം കൂടി ഈ മധുരയും ഈ യെരികോ മതിലെന്ന് പറഞ്ഞാൽ 6 രഥങ്ങൾ ഒരുമിച്ച്, 6 കുതിരകളെ പൂട്ടി ഓടിക്കുന്ന രഥം ഒരുമിച്ച് പോകുന്ന അത്രയും വീതിയുള്ളതാണ്. അതുമേ തന്നെ ആൾക്കാർ താമസിക്കുന്ന വീടുകളുണ്ട്. അത്രമാത്രം വീതിയുള്ളതാണ് ഈ യെരികോയുടെ മതിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്കവേഷൻ ചെയ്ത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ മതിൽ ഈ യഹൂദ ജനം നീ പെട്ടകവും കൊണ്ട് കാഹളം മൂതിയിട്ട് ആർപ്പിടുമ്പോൾ വീഴെന്ന് പറഞ്ഞത് എനിക്ക് വട്ട. ഇത് പല എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് കർത്താവിന് കീഴ്പ്പെടാൻ പറ്റുള്ളൂ. നീ എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ചിലപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിരിക്കും പറയുന്നത്, ചിലപ്പോൾ ആരാധിക്കാനായിരിക്കും പറയുന്നത്, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും പറയുന്നത്. നീ പാട്ട് പാടിയ മരണദൂതനങ്ങ് പോവാണ്. 100 കണക്കിന് ഒരു മാസത്തിൽ തന്നെ 100-ൽ കൂടുതൽ പ്രാവശ്യം ഈ ശത്രുവിനോട് പോരാടി എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ ആത്മീയ യുദ്ധങ്ങളൊക്കെ ചെയ്ത് തൊപ്പിയിട്ടിരിക്കുന്നവരെനിക്കറിയാം. ആത്മീയ യുദ്ധങ്ങളിൽ ജയിച്ചു നിൽക്കാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്നു എനിക്കറിയാം. എന്തുകൊണ്ടാണെന്ന് തൊപ്പിയിടുന്നത്? കർത്താവ് എന്തു പറഞ്ഞാലും അത് ചെയ്യാനുള്ള സന്നദ്ധതയില്ലായ്മ.
പിന്നെ 2-3 എക്സ്പീരിയൻസ് വന്നാൽ സ്വയം കർത്താവിലങ്ങ് ആശ്രയിക്കാതെ സ്വയത്തിലങ്ങ് ചെയ്യാൻ നോക്കും. തിരിച്ച് നീയല്ല ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നത്, നിൻ്റെ ബുദ്ധിയല്ല ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നത്, ബട്ട് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ മാത്രമേ ശത്രുവിന് തീയമ്പ് കെടുകയുള്ളൂ. നിൻ്റെ വിശ്വാസത്തിലല്ല, നിൻ്റെ പ്രാർത്ഥനയുടെ കഴിവല്ല, നിൻ്റെ പാട്ടുപാടിൻ്റെ കഴിവല്ല, നിൻ്റെ ആരാധനയുടെ കഴിവല്ല, നിൻ്റെ യേശുവിൻ്റെ രക്തം ചെയ്യാൻ പറയുന്ന കഴിവല്ല, ബട്ട് ക്രൈസ്റ്റ്, ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിൻ്റെ സോളിൽ വെളിപ്പെടുന്നതും ഠാം എന്ന് പറഞ്ഞ് ശത്രു പോവും. അതുവരെയും നിങ്ങൾ വാർഫെയർ ചെയ്തുകൊണ്ടിരിക്കും. ഈ അടുത്ത തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവമായിരുന്നല്ലോ ഈ ഏപ്രിൽ മാസം 19. എനിക്ക് പൂർണ്ണമായിട്ടും സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുകയില്ല. 2016 തുടങ്ങി ആ ശക്തിയോട് യുദ്ധം ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പേപ്പർ ന്യൂസ് എടുത്ത് വായിച്ചാൽ അതിൻ്റെ ആ യുദ്ധത്തിൻ്റെ ജയം എന്താണെന്ന് അറിയാൻ സാധിക്കും. എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് പരിചയം നിൽക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് വെറുതെ മിഥ്യാധാരണയായിട്ടല്ല പറയുക. ഇന്ന് 21 ഏപ്രിൽ മാസം 20-ാം തീയതിയിലും 21-ാം തീയതിയിലും മാതൃഭൂമി പേപ്പർ എടുത്ത് വായിച്ചാൽ ആ യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്താ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ ഒരു ദൈവ പൈതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഹമാസ് നടക്കുന്ന വാറിൽ, ഇപ്പോൾ അടുത്ത് നടന്ന ഇറാനുമായിട്ടുള്ള വാറിൽ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കർത്താവിൻ്റെ വരവിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ആത്മാവിൽ വിവേചിക്കാൻ കഴിവുള്ളവർക്കാണെങ്കിൽ വിവേചിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവല്ല, ഒരു ദൈവ പൈതലായിരിക്കുന്നിടത്തോളം ഇഫ് യു എംപ്റ്റി യുവർ സെൽഫ്, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ ഈ പരിചയം എന്ന റിലേഷനിൽ, ഭൂരാജക്കന്മാർക്ക് അധിപതി എന്ന റിലേഷനിൽ, ധന്യനായ ഏകാധിപതി എന്ന റിലേഷനിൽ, ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് എന്ന റിലേഷൻ, അങ്ങനെ 100 കണക്കിനുള്ള റിലേഷൻസ്. ഈ ഓരോ റിലേഷൻസിനും അതാത് സമയത്ത് അവൻ നിൻ്റെ സോളിൽ വെളിപ്പെടുവാൻ നീ അനുവദിക്കുകയും നീ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നെങ്കിൽ നിൻ്റെ ഒരു കഴിവ് വേണ്ട. യോശുവ പറഞ്ഞ പോലെ കർത്താവേ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അടിയനോടുള്ള കൽപ്പന എന്ത്? ക്ഷീണമുണ്ടാവും, ചിലപ്പോൾ മുറിവുകളേൽക്കും, ശരീരമായി ക്ഷീണമുണ്ടാകും, ചിലപ്പോൾ ഡീപ്പ് ഉറക്കം വരും. പക്ഷേ നിൻ്റെ സമർപ്പണം ശരിയാണെങ്കിൽ, നിൻ്റെ ആഗ്രഹം ശരിയാണെങ്കിൽ, നിനക്ക് പേരെടുക്കാനല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാനല്ല, ഒരു മകൻ സ്വന്തം പിതാവിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് പോലെ നാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ നാം അവനോട് കൂടെ ചേർന്ന് സേറ്റാൻ്റെ കോട്ടകൾ, ഓരോരോ സ്ഥലത്തുള്ള കോട്ടകൾ ഇടിച്ച് കർത്താവിൻ്റെ വരമെങ്കിൽ തലയോർത്തി നിൽക്കുന്നവരായി തീരണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഇത് വെറും ഒരു പറച്ചിലായിട്ടുള്ള കാര്യമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ദൈവവചനത്തിൽ കൂടെയും തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാത്തിലും ജയം പ്രാപിച്ചെന്നല്ല, അനേക പ്രാവശ്യം മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് അനർത്ഥമായി തീരാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായ രോഗങ്ങളിടുക, വിദ്യാഭ്യാസത്തിൻ്റെ മേലെ അനേക പ്രശ്നങ്ങളിടുക. പക്ഷേ അതിനൊക്കെ തന്നെ കർത്താവ് പറഞ്ഞു തരുന്നതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കർത്താവ് പല പ്രാവശ്യങ്ങളും സൗഖ്യമാക്കിയിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളും മരണത്തിന് മുമ്പിൽ നിന്ന് കർത്താവ് രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ കേസ് മാത്രമല്ല, എന്നോട് കൂടെ പ്രാർത്ഥനയ്ക്കുള്ളവരിലും എൻ്റെ കുടുംബത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ? ഇനി ശത്രു വരാതെ ഇരിക്കത്തക്കവണ്ണം അങ്ങനെ പറ്റില്ല, അങ്ങനെ ഒരു കാര്യം ഉപദേശത്തിലില്ല. ശത്രു നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇതെല്ലാം കർത്താവ് ചെയ്യുന്നതിനാണ് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിൻ്റെ ഷീൽഡാണെന്ന്, പരിചയമാണെന്ന് നിനക്ക് നല്ല ഉറപ്പ് തന്നും. നാം എല്ലാവരും യുദ്ധക്കളത്തിൽ തന്നെയാണ്. നീ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇടുക്കമുള്ള വാതിലിൻ്റെ അടുത്തേക്ക്, ക്രിസ്തുവാകുന്ന ഇടുക്കമുള്ള വാതിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ശത്രു നിനക്കെതിരായിക്കൊണ്ട് തീയമ്പുകൾ എറിയാൻ തുടങ്ങും. ഈ ശബ്ദം കേൾക്കുന്നവർ ഒട്ടുമിക്കവരും അതിനൊക്കെ ജയിച്ച്, നിങ്ങൾ ശിശുക്കളായിരുന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എക്സ്പീരിയൻസ് തരാതെ, നിങ്ങളുടെ കൺസെൻറ്റ് കൂടാതെ തന്നെ നിങ്ങൾക്ക് പരിചയമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെയാണ് നിങ്ങൾ വിശ്വാസത്തിലൊക്കെ വന്നത്. കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ കർത്താവ് സ്ലോവിൽ നിങ്ങൾക്കിത് റിവീൽ ചെയ്യുവാൻ തുടങ്ങും. അപ്പോൾ ശത്രു ഏത് ശത്രുവാണ്, എവിടെയാണ് അതിൻ്റെ കോട്ട, എവിടെയാണ് ബോംബ് അയക്കേണ്ടത്, എത്തരത്തിലുള്ള ബോംബ് അയക്കണം എന്തൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു തരുന്നത് പോലെ സംശയിക്കാതെ ചെയ്താൽ കാര്യം നടത്തിയെടുക്കും. അതുകൊണ്ട്
ശത്രു അടുത്തു വരുന്ന സമയത്ത് പതറിപ്പോകുക എന്നല്ല ഞാൻ പറയുന്നത്. ശത്രുവിൻ്റെ ഘോരത്വം വളരെ വളരെ മ്ലേച്ഛത നിറഞ്ഞതാണ്, വളരെ ഭീഷണിപ്പെടുത്തുന്നതാണ്. എന്നാൽ അവൻ സ്വമേധയാ പേടിച്ച് നടക്കുന്ന ഭീരുത്വമുള്ളൊരു സൃഷ്ടിയാണ്. നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 11 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എതിർ ക്രിസ്തുവിന് തൻ്റെ ശക്തിയും സിംഹാസനം ബലവും കൊടുത്ത സേറ്റാൻ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഉള്ളിൽ ഭരിച്ചുകൊണ്ട് ഇസ്രായേലിനെ വളരെ ഉപദ്രവിക്കുന്ന സമയത്താണ് 3.5 വർഷത്തിൻ്റെ അവസാനത്തോടുകൂടെ ആൻറ്റി ക്രൈസ്റ്റിനെ നശിപ്പിക്കാൻ യേശു ക്രിസ്തുവിനോട് കൂടെ നാം വെള്ളക്കുതിര പുറത്ത് വരുന്നത്. അവിടെ ഒരു യുദ്ധം നടക്കുന്നില്ല. യുദ്ധത്തിൽ ജയിച്ചിട്ട് സകല പക്ഷികളെയും അത്താഴത്തിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്, സകല പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും മാംസത്തിനുമായി. യുദ്ധം നടക്കുന്നതിന് മുമ്പേ തന്നെ ദൂതൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. യേശു ക്രിസ്തുവിനോട് കൂടെ വെള്ളക്കുതിരപ്പുറത്ത് നാം കൂടെ വരുമ്പോൾ ഈ സൈത്താൻ ആൻറ്റി ക്രൈസ്റ്റിനെ വിട്ടുഓടിപ്പോയി. അവൻ്റെ സിംഹാസനം, അവൻ്റെ ബലം, അവൻ്റെ ശക്തിയും അധികാരമൊക്കെ കൊടുത്തതാണ് ആൻറ്റി ക്രൈസ്റ്റ് വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. അവൻ ഓടിപ്പോയതും ആൻറ്റി ക്രൈസ്റ്റിനെ അങ്ങനെ തന്നെ പിടിച്ച് നേരിട്ട് ആൻറ്റി ക്രൈസ്റ്റിനെയും അവനോടുകൂടെ പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകനെയും നേരിട്ട് കത്തുന്ന തീപ്പൊയിലേക്ക് ഇടുകയായിരുന്നു ചെയ്തത്. അതേ വ്യക്തിത്വം തന്നെയാണ് നിങ്ങളിപ്പോൾ, അതേ ക്രിസ്തു തന്നെയാണ് നിങ്ങളിപ്പോൾ വസിക്കുന്നത്. വെളിപ്പെടുന്ന സമയത്താണ്, അതാത് സമയത്ത് വെളിപ്പെടുവാൻ നിങ്ങൾ ഇടം കൊടുക്കുകയാണെങ്കിൽ ക്രിസ്തു വെളിപ്പെടും. ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റിന് മുമ്പിലും കള്ളപ്രവചനത്തിന് മുമ്പിലും അതുപോലെ ഈ സൈത്താന ശക്തിയുടെ മുമ്പിലും നിങ്ങൾക്ക് ജയം തരുവാൻ ക്രിസ്തു മതിയായവനാണ്. അപ്പോൾ അവിടെ ഒരു യുദ്ധമല്ല, അർമ്മഗദൻ യുദ്ധമല്ല നടക്കുന്നത്. യുദ്ധമെല്ലാം ക്രൂശിൽ നടന്നു കഴിഞ്ഞു. സകലവിധ യുദ്ധങ്ങളും കാൽവരി ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ജയത്തിൻ്റെ കൊടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്. മരണത്തെ ജയിച്ച കൊടി, പാതാളത്തെ ജയിച്ച കൊടി, സേറ്റാന് ജയിച്ച കൊടി, രോഗങ്ങളെ ജയിച്ച കൊടി, വാഴ്ചകളെയും അധികാരികളെയും ജയിച്ച കൊടി. ഈ വക കൊടികൾ നമ്മളിൽ വെറുതെ വാക്കുകൊണ്ട് പറയല്ല, പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെ അതിന് നമ്മൾ കുറച്ച് വില കൊടുക്കണം. നമ്മുടെ സെൽഫിൻ്റെ ഡിനയൽ കംപ്ലീറ്റ് നടന്നിരിക്കണം. ഇതിൽ പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷനോ ലൈക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. കർത്താവേ, നിൻ്റെ വരവെങ്കിൽ നിൻ്റെ ശരീരമാകുന്ന സഭയുടെ ശക്തിയോടുകൂടെ. ആമേൻ. നാം സഭാപ്രസംഗ ഉത്തമഗീതത്തിൽ വായിക്കുന്നത്, ചന്ദ്രനെ പോലെ ശോഭയുള്ളതും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം, അതാണ് മരുഭൂമിയിൽ ചാരി, പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയിൽ കൂടെ വരുന്നോളെ വിളാർ. അങ്ങനെ കൊടികളോടുകൂടെ, ജയിച്ച കൊടികളോടുകൂടിയാണ് ദൈവസഭ നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പെന്തിക്കോസ്ത് കോളത്തിൽ ഇതാണോ? എന്നാൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് അരുളിയവൻ. അൺകണ്ടീഷണൽ പ്രോഫസിയാണത്. ഞാൻ എൻ്റെ സഭയെ പണിയും. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അരുളി ചെയ്തവൻ എന്നേക്കും വാഴുന്നവനാണ്, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനാണ്. അപ്പോൾ ക്രൈസ്റ്റ് ഈസ് അവർ ഷീൽഡ് എന്ന ഒരു റിലേഷനിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശത്രു നിങ്ങളുടെ സോളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അനുവദിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഭയമുണ്ടാകാം, മരണഭീതി ഉണ്ടാകാം. ശത്രു ഉപയോഗിക്കുന്ന ആയുധം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തോടത്തോളം അതിനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ നിന്ദയായിരിക്കാം, ചിലപ്പോൾ വല്ലാത്ത ദൂഷണമായിരിക്കാം. ഇതൊക്കെ നിന്ദയുടെ വലിയ ഭണ്ഡാരമായിരിക്കും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഈ നിന്ദിക്കപ്പെടുന്നതിൻ്റെ മുമ്പിൽ തന്നെ അവർ നിന്ദിക്കുന്ന നിന്ദയുടെ ഡബിൾ ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ച് ആ പ്രവൃത്തി ചെയ്യും. ഫോർ എക്സാമ്പിൾ, എന്നെ നിന്ദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചുറ്റും നിന്ന് അവർ കാണുക തന്നെ ചൂലെടുത്ത് മുറ്റടിക്കും. എന്നെ നിന്ദിക്കുന്നതിന് മുമ്പ് നീ നിന്ദിക്കണമെന്ന് പറയും ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണെന്നറിയാമോ? അവൻ പറയുന്ന സൈറ്റാണ് ശക്തിയുടെ ഒരു ആത്മീയ അധികാരമാണ്. ഇതുപോലെ നിന്നയുടെ ഭണ്ഡാരം നമ്മുടെ ചെളി മുഖത്ത് വാരി എറിഞ്ഞാലും അതിനെ തർക്കിക്കാനൊന്നും പോകണ്ട, അതവിടെ ഇരിക്കട്ടെ. അവനെ ഒന്നുകൂടി പരിഹസിക്കാൻ ഇടം കൊടുത്തേക്ക്. അപ്പോൾ അവൻ തോൽക്കുകയും ചെയ്യും. നാം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയാലോ നിങ്ങളെക്കുറിച്ച് സകല കളവും പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരോട് തർക്കിക്കാനല്ല പോകേണ്ടത്, സന്തോഷിച്ച് ഉല്ലസിക്കുക. എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിക്കുക. 2 പ്രാവശ്യം കൂടി പറയാൻ ഇടം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സ്പിരിച്വൽ അധികാരമായിരിക്കും. തിരിച്ച് അതിനെ പ്രൂവ് ചെയ്യാൻ പോയാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രൂവ് ചെയ്യാൻ പോയി നിനക്ക് അധികാരം നഷ്ടപ്പെട്ടു,
നീ കർത്താവിൻ്റെ കൂടെ അല്ലാതെ തീരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ സെൽഫിൻ്റെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ക്രിസ്തു നമ്മുടെ ഷീൽഡാണ്. വെറുതെ ക്രിസ്തുവിൻ്റെ ഷീൽഡാണെന്ന് പറഞ്ഞ് പാട്ട് പാടിയോണ്ട് കാര്യമില്ല. ശത്രുവിൻ്റെ ഭയത്തിൽ നിന്നൊക്കെ വിടങ്ങാൻ വേണ്ടി പണ്ട് കാലത്ത്, ഇപ്പോഴും ചിലരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, 91 സംഗീതത്തിന് രാത്രി കിടക്കാൻ നേരത്ത് വായിച്ച് കിടക്കും. അതിൻ്റെ പാട്ടുണ്ടല്ലോ, തുണയെനിക്ക് യേശു എന്നുള്ള പാട്ടും കൂടെ പാടിയിട്ട് അങ്ങനെ പരിചയ സംഗീതം, കോട്ടയം ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നു നല്ല ഉറങ്ങിയിട്ട് കാര്യമില്ല. സ്തോത്രം. ഷീൽഡ് എടുക്കേണ്ട സമയത്ത്, ഷീൽഡ് എടുക്കാൻ ദൈവത്തിൻ്റെ ആത്മപ്രേരണ സമയത്ത് ക്രിസ്തുവിനെയാണ് എടുക്കേണ്ടത്. പേഴ്സണലായിട്ട് നിങ്ങളുടെ സോളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം ശത്രു വിരണ്ടു പോകുന്നത്. ഞാൻ അനേക പ്രാവശ്യം ഇത് അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇനിയും ഈ റിലേഷനിൽ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ധൈര്യപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഭരണഭയമുണ്ടാകാം, രോഗത്തിൻ്റെ ഭയമുണ്ടാകാം, ശത്രു ഉപദ്രവിക്കാൻ, ചില മുറിവുകൾ ഏൽക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കുടുംബമായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം, ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ രോഗത്തിലേക്ക് പ്രവേശിക്കാം, ചിലപ്പോൾ മരണം മുഖാമുഖം വരാം. പക്ഷേ ആയുധവർഗം വെച്ചു കൊടുക്കരുത്. റിലൈ ഓൺ ക്രൈസ്റ്റ്. ഉയർത്തെന്നിട്ട് അവനെ കർത്താവിൽ ആശ്രയിക്കും. ചിലപ്പോൾ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ഉടനെ ഒരു വാക്കിൽ എല്ലാവരും ആശ്രയിക്കുക, കർത്താവ് സ്തോത്രം ഹെൽപ് മീ, ഇരുന്ന് ആരാധിക്കുക. ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആമേ സ്തോത്രം, നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ചയോ കെട്ടിയവനെ, ഒലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ളവനായി, അവൻ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ മുഖമുള്ളവനായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചപ്പോൾ ശബ്ദമുള്ളവനായി, ആദ്യനും അന്ത്യനുമായി, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി, സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ്, യഹൂദ ഗോത്രത്തിൽ സിംഗും ദാവീദിൻ്റെ വേരുമായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തെന്നിട്ട് അവനെ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിൽ തന്നെ തീ പുറപ്പെട്ട്, ആ സമയത്ത് തന്നെ തീ എന്താ? ക്രിസ്തു തന്നെയാണ്. ശത്രു വിരണ്ടു പോകുന്ന നിങ്ങൾക്ക് കാണാം, മരണം വിട്ട് മറന്നത് കാണാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു അടയാളത്തിനായിട്ട് ചിലപ്പോൾ അടുത്ത ചില വ്യക്തികളും മരിക്കുന്നതും കാണാം. ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ പരസ്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയും ഈ ഒരു റിലേഷനിൽ ഇനിയും അനുഭവത്തിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് വരാതെ ഭയന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ധൈര്യത്തോടു കൂടെ നിങ്ങളെ കൈപിടിച്ച് ഇൻവൈറ്റ് ചെയ്യാണ്. വി ക്യാൻ വാക്ക് ടുഗദർ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ റിഫ്യൂജാണ്, നമ്മുടെ ഷീൽഡാണ്. ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു. വല്ലവരും എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അവൻ ഉറ്റുനോക്കുകയാണ്. ആൻഡ് ഹീസ് റെഡി ടു വർക്ക് ആസ് ഷീൽഡ് ഫോർ യു. ദൈവമേ കർത്താവ് നിങ്ങളേവരെയും ഈ വചനങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡിൽ വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നെത്തിനുമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരികുന്ന പ്രകാരം ഇങ്ങനെ ഒരു കർത്താവേ എപ്പിസോഡ് റിലീസ് ചെയ്യാൻ കൃപ നൽകുന്നല്ലോ. നീ തന്നെ ഭരിച്ച കർത്താവേ, നീ ഭരിച്ചു തരുമെന്നല്ല പറഞ്ഞത്, നീ തന്നെ ഭരിച്ച. ഈ എക്സ്പീരിയൻസിലേക്ക് വരാത്തവരും വന്നിട്ട് ഇരുന്ന് പോയിരിക്കുന്നവരുമുണ്ടല്ലോ കർത്താവേ, നിനക്ക് കൃപ തോന്നുമാറാണ്. നിൻ്റെ വരവിന് മുമ്പ് ഞങ്ങൾ കർത്താവ് തലയുയർത്തിയവരായിട്ട് നീ തന്നെ ഞങ്ങളുടെ മുഖപ്രകാശ രക്ഷയെന്ന് പറയുമ്പോൾ അതൊക്കെ വേണം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും ബലപ്പെടുത്തിയാട്ടെ, നിൻ്റെ പുനരുദ്ധാന ശക്തി നൽകിയാട്ടെ കർത്താവേ. അതിന് മുമ്പ് കർത്താവ് ക്രൂശെടുക്കാൻ കൃപ നൽകിയാട്ടെ. ഗസ്തമ്മയുടെ അനുഭവത്തിന് എന്നെ ആശ്രയിക്കാനുള്ള കൃപ കൊടുത്താട്ടെ കർത്താവേ. ഒന്നുമില്ലാത്ത അടിയനോട് നിനക്ക് കൃപ തോന്നുന്നല്ലോ, നിനക്ക് കൃപ തോന്നുന്നല്ലോ. ആയുധവർഗം വെച്ച് അടങ്ങിപ്പോയിരിക്കുന്ന, ഇരുന്നു പോയിരിക്കുന്ന, മുടന്തി നടക്കുന്നവരെ കർത്താവ് നീ ബലപ്പെടുത്തിയായിട്ടത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് സാധിക്കും കർത്താവേ. നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.